ശരിക്കും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? PSW ടൈം പറയും. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു PSW ടൈമുണ്ട്. അത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉണ്ടാവുന്നത് ആ ടൈമിലാണ്. ആ ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആഫ്റ്റർ സ്റ്റഡീസ് ഒരു 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. അതിപ്പം കുറയ്ക്കുന്നു എന്ന് പറയുന്നു, ഒരു 6 മന്ത് കുറയ്ക്കുമെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ ആ ടൈമിന് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ജോബ് നോക്കാൻ ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും PSW എടുക്കാനായിട്ട് പറയില്ല. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈമാണ്. അവർക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ഒരു വർക്ക് പെർമിറ്റിലോട്ട്, അതായത് Tier 2 വർക്ക് വിസയിലോട്ട് മാറുന്ന ഒരാൾക്ക് ആ ആൾക്ക് മറ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റില്ല. അവരൊരു സ്പോൺസറിൻ്റെ അണ്ടറിലായിരിക്കും. ആ ഒരു കാറ്റഗറിയിലുള്ള ജോബ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പലർക്കും ഈ വർക്ക് വിസയിൽ നിൽക്കുന്നവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു PSW ടൈം, ഈ സ്റ്റേ ബാക്ക് ടൈമിൽ ഇവർക്ക് എന്ത് ബിസിനസ് വേണമെന്ന് ചെയ്യാം.